നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. മൂത്രസംബന്ധമായ രോഗങ്ങൾക്കുള്ള നൂതന ചികിത്സാ രീതികളെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ഏസ്റ്റർ മെയിംസ് ഹോസ്പിറ്റലിലെ ട്രാൻസ്പ്ലാന്റ് സർജനും ലാപ്രോസ്കോപ്പിക് യൂറോളജിസ്റ്റുമായ ഡോക്ടർ ആർ കൃഷ്ണമോഹൻ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ മൂത്ര സംബന്ധമായ രോഗങ്ങൾ ഇത് ഏതെല്ലാം അവയവങ്ങളെ ബാധിക്കുന്ന രോഗങ്ങളാണ്? ഇത് വന്നിട്ട് നമ്മൾ അഡ്രിനൽ, കിഡ്നി, യൂറിറ്റർ, ബ്ലാഡർ, മൂത്രക്കുഴൽ ഇത്രയും ഭാഗങ്ങളെ ബാധിക്കുന്ന അസുഖമാണ് ഈ കിഡ്നി, യൂറിറ്റർ, ബ്ലാഡർ ഡിസീസസ്. അഡ്രിനൽ ഗ്രന്ഥിയും ഇതിൽ പെടും. എങ്ങനെയെല്ലാമാണ് ഈ അവയവങ്ങളെ രോഗങ്ങൾ ബാധിക്കുന്നത്? ഇതിൻ്റെ പ്രസൻറ്റേഷൻസ്, ഈ യൂറോളജി ഡിസീസിൻ്റെ പ്രസൻറ്റേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ ഏജ്. അതായത് ഏജ് അനുസരിച്ചാണ്. ചില കുട്ടികൾക്ക് നമുക്ക് ജനനപരമായിട്ട് ആൻറ്റിനേറ്റൽ സ്കാനിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും, ജനിക്കുന്നതിന് മുമ്പ് തന്നെ. ചിലത് ജനിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന് മൂത്രം പോകാനുള്ള ബുദ്ധിമുട്ട്. അത് ജനറ്റിക് ഡിസോർഡേഴ്സ് വെച്ചിട്ട് വരുന്ന പ്രോബ്ലം, കൺജനിറ്റൽ അനോമലീസ്, അതിലൊക്കെ ഈ കിഡ്നി ഡിസീസ് വരാം. പിന്നെ നമുക്ക് യങ്സ്റ്റേഴ്സിലെ ഗേൾസിലൊക്കെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, പിന്നെ സ്റ്റോൺ ഡിസീസ് ആയിട്ട് വരാം. പിന്നെ നമുക്ക് കുറച്ചൊരു ഏജ് കൂടുന്നതനുസരിച്ച് പ്രോസ്റ്റേറ്റ് ഡിസീസ്, എൽഡർലി മാൻസിൽ പ്രോസ്റ്റേറ്റ് ഡിസീസ്, പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാകും, ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലാസിയ. അതേപോലെ സ്ത്രീകളിലും മൂത്രസംബന്ധമായ മൂത്രമൊഴിക്കാനുള്ള ബുദ്ധിമുട്ട്, തുമ്മുമ്പോൾ മൂത്രം പോവുക, അങ്ങനത്തെ അസുഖങ്ങളെല്ലാം വരാം. പിന്നെ മൂത്രക്കുഴലിനുള്ള അസുഖങ്ങൾ, ചുരുങ്ങിപ്പോവുക, അങ്ങനത്തെ പല ഡിസീസ് വരും, യുറീത്രൈറ്റിസ്. പിന്നെ ഇതിനെല്ലാം പുറമേ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാൻസർ, ഈ പറഞ്ഞ ഭാഗങ്ങളെല്ലാം കിഡ്നി, അഡ്രിനൽ, യൂറിറ്റർ, ബ്ലാഡർ, പ്രോസ്റ്റേറ്റ്, മൂത്രം, ഇതിനെല്ലാം ക്യാൻസർ ഏത് ഏജിലും വരാം. കൂടുതൽ എൽഡർലി ഏജിലാണ്. ഇപ്പോഴൊക്കെ പറഞ്ഞ യങ്സ്റ്റേഴ്സിലൊക്കെ ഒരുപാട് സ്കാൻ വെച്ച് റുട്ടീൻ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതെല്ലാം എല്ലാ അവയവങ്ങളും ബാധിക്കും, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. പിന്നെ മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ റീനൽ ഫെയിലിയർ, കിഡ്നി ഡിസീസ്, റീനൽ ഫെയിലിയർ ആയിട്ട് വൃക്ക മാറ്റി വെക്കുന്നത്. അത് നമുക്കറിയാം എല്ലാ ഏജിലും. ഇപ്പോൾ ചെറിയ കുട്ടികളും നമ്മൾ 6 വയസ്സുള്ള കുട്ടിക്ക് വരെ വൃക്ക മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഏത് ഏജ് ഒരു ലിമിറ്റഡ് അല്ല. ഈ ഡിസീസ് ഏത് ഏജ് ഗ്രൂപ്പിലേക്കും വരാം. നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഹലോ, ഞാൻ കൂത്തുപറമ്പ് കവിതയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ കവിത. ഹലോ ഡോക്ടർ. ഹലോ, പറയൂ ഡോക്ടർ. എനിക്ക് ഈ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒരു 5-6 പ്രാവശ്യം കുറച്ച് തുള്ളിയായി ഒഴിക്കണം തോന്നും. ഓക്കെ, എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട്? ഇങ്ങനെ തുടങ്ങിയിട്ട് ആദ്യമൊക്കെ വളരെ ചെറുപ്പത്തിലെ പുകച്ചലായിരുന്നു. ഏജ് എത്രയാണ്? ഏജ് ഇപ്പോൾ 42 കഴിഞ്ഞു. ഓക്കെ, മെൻസസ് ഒക്കെ എപ്പോഴും ഉണ്ടോ? ആ ഉണ്ട്, കൃത്യമായിട്ടൊന്നുമില്ല. കല്യാണം കഴിഞ്ഞു, കുട്ടികളായിട്ടില്ല ഇതുവരെയും. അതിനെല്ലാം മരുന്ന് കഴിക്കുകയാണ്. അത് ചില മൂത്രക്കുഴൽ ഈ പറഞ്ഞ അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ബ്ലാഡറിൻ്റെ പ്രോബ്ലം, ഓവർ ആക്റ്റീവ് ബ്ലാഡർ കൊണ്ട് വരാം. പിന്നെ ഇതെല്ലാം പ്രസിപ്പിറ്റേറ്റ്, ഇതെല്ലാം ഉണ്ടാവാൻ കാരണം ഈവൻ നമ്മുടെ ഭക്ഷണ രീതിയിലും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ. ഫോർ എക്സാമ്പിൾ, വളരെ എരിവ് കൂടിയ മസാല കൂടിയ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് മൂത്രത്തിന് കൺട്രോൾ കിട്ടത്തില്ല, പെട്ടെന്ന് മൂത്രം ഒഴിക്കണം തോന്നും. ചിലർക്ക് ഈ വാട്ടറിൽ ഈ കെമിക്കൽസ് ആഡ് ചെയ്യുന്നത്, ഈവൻ കരിങ്ങാലി വെള്ളം ചിലവർക്ക് ആ കെമിക്കൽസ് യൂറിനറി ബ്ലാഡറിൽ വരുമ്പോൾ കൺട്രോൾ കിട്ടത്തില്ല. അപ്പം ഇത് പല റീസൺസ് ഉണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ മൂത്രസംബന്ധ എരിച്ചിൽ പുകച്ചിൽ ഒരു ബേസിക് ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണ്. അത് അൾട്രാസൗണ്ടും ഒരു യൂറിൻ ടെസ്റ്റ്, അതങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാവും. ചിലപ്പോൾ ഈവൻ ഭക്ഷണത്തിൻ്റെ ആ ഡയറ്ററി ഫാക്ടേഴ്സിനെ മോഡിഫൈ ചെയ്ത് തന്നെ ചിലപ്പം ഈ അസുഖം മാറിക്കിട്ടും. അത് അടുത്തുള്ള യൂറോളജിസ്റ്റ് കണ്ട് ഇവാലുവേറ്റ് ചെയ്താലേ നമുക്ക് കാരണം മനസ്സിലാവും. വിളിച്ചതിന് നന്ദി ഡോക്ടർ. ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് കോമൺ ആയിട്ടൊരു ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇത് യൂറിനറി ഡിസീസ് മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഏജ് അനുസരിച്ച് ചിലർക്ക് മൂത്രത്തെ പഴുപ്പായിരിക്കാം പ്രസൻറ്റേഷൻ വരുന്നത്, ചിലർക്ക് വയറിലെ വേദനയായിട്ടായിരിക്കും. ഇപ്പോൾ സ്റ്റോൺ ഡിസീസൊക്കെ പെയിൻ ആയിട്ടായിരിക്കും വരുന്നത്. ചിലപ്പോൾ വലിയ സ്റ്റോൺ ഡിസീസ് തന്നെ പെയിൻ ഇല്ലാണ്ട് തന്നെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. ചിലർ വൃക്ക ഫെയിലിയർ ആയിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യാറുണ്ട്, മനസ്സിലായി. ചിലപ്പോൾ മൂത്രം ഒഴിക്കുമ്പോൾ രക്തം കാണാം. അപ്പം ഡിസീസ് സിംറ്റംസ് വളരെയധികം വേഗമായിട്ട് പറയും. ചിലപ്പോൾ ഒരു സിംറ്റംസ് ഇല്ലാണ്ട് നമ്മൾ ഈ ഡിസീസ് പിക്കപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് മൈനർ സിംറ്റംസ് യൂറോളജിക്കൽ പ്രോബ്ലം വരുമ്പോൾ അത് നിഗ്ലക്റ്റ് ചെയ്യരുത്. കാരണം വെച്ചാൽ അത് ചിലപ്പോൾ മാരകമായ അസുഖമായിരിക്കും, ചിലപ്പോൾ സിമ്പിൾ ആയിരിക്കാം. അപ്പോൾ എന്തായാലും അത് പ്രോപ്പർ ഇവാലുവേഷൻ ചെയ്തിട്ട് റൂൾ ഔട്ട് ചെയ്യണം. റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇറ്റ്സ് ഈസി. ഒരു കോളും കൂടി ഉണ്ട്. ഓക്കെ, ഹലോ.
ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഇത് കുവൈറ്റ് എന്നാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ചോദിച്ചോളൂ ജമാൽ. ഹലോ, ഹലോ, ചോദിച്ചോളൂ. ഹലോ. ജമാൽ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. ഹലോ, പറഞ്ഞോളൂ. കോൾ കട്ടായി പോയി സാർ. ഇതിങ്ങനെയുള്ള അസുഖങ്ങൾ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ സാർ പറഞ്ഞു. എന്തെല്ലാം ടെസ്റ്റുകളാണ് ഇതിന്? ബേസിക് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക് അൾട്രാസൗണ്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്താൽ തന്നെ നമുക്കറിയാം ഏത് രീതിയിലാണ് പോകേണ്ടത്. ഹയർ ഇൻവെസ്റ്റിഗേഷനെ പറ്റി അൾട്രാസൗണ്ട് എന്ന് പറയുന്നത് ഒരു ക്ലിനിക്കൽ എക്സ്റ്റൻഷനാണ്. അത് ഒരു കോസ്റ്റ്ലി ഇൻവെസ്റ്റിഗേഷൻ അല്ല, റേഡിയേഷൻ അല്ല, അത് ഈസിലി അവൈലബിൾ, എവിടെയും കിട്ടും. അപ്പം ആ അൾട്രാസൗണ്ട് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് കിട്ടും. പിന്നെ നമുക്ക് യൂറിൻ സാധാരണ പരിശോധന, പിന്നെ ബേസിക് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ട്. ബ്ലഡ് ക്രിയാറ്റിൻ എന്നൊക്കെ പറഞ്ഞ് ബേസിക് ടെസ്റ്റ്, അതെല്ലാം മനസ്സിലാക്കി നമുക്ക് ഹിൻഡ് കിട്ടും ഏത് ഫർദർ എന്ത് ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോകണം. കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. എബി എന്റെ അച്ഛനാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. ചോദിച്ചോളൂ എബി. ഡോക്ടർ, എന്റെ അച്ഛന് 4 തവണ ഇപ്പോൾ കീഹോൾ സർജറി ചെയ്തു. പ്രോസ്റ്റേറ്റ് പ്രശ്നം, അതായത് മൂത്രത്തിൽ കൺട്രോൾ കിട്ടുന്നില്ല, അതിനകത്ത് തടസ്സം 4 തവണ ചെയ്തു. ഇനിയിപ്പോ എന്താണ് ഒരു ഓപ്ഷൻ? ഓപ്പൺ സർജറി ആണെങ്കിൽ തന്നെ അച്ഛനൊരു വൈകല്യമുണ്ട്. അപ്പൊ ഓപ്പൺ സർജറി പലത് പറയുന്ന ഡോക്ടർമാർ പറയുന്നുണ്ട് സ്ത്രീകളെ പോലെ മൂത്രം ഒഴിക്കാൻ, പക്ഷെ അത് ശരിയാവില്ല. കാരണം ഒരു ഹാൻഡ് ഇല്ലാത്തതുകൊണ്ട് ഇരുന്ന് ഒഴിക്കാനുള്ള ബാലൻസ് കിട്ടില്ല. അപ്പൊ വേറെ എന്തൊരു ഓപ്ഷൻ ഉള്ളത്? മരുന്നുകൊണ്ടൊരു ഓപ്ഷൻ ഉണ്ടോ ഇനി? അല്ലെ എബി, എന്തിനാണ് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്? പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് വേണ്ടിയാണോ ചെയ്തിരിക്കുന്നത്? അല്ലല്ല, പ്രോസ്റ്റേറ്റ് അതിന് പ്രോസ്റ്റേറ്റ് തടസ്സം, അതെ, മൂത്ര തടസ്സത്തിന് വേണ്ടി ചെയ്തതാണ്. മൂത്ര തടസ്സം നമുക്ക് കൺട്രോൾ കിട്ടില്ല. ചിലപ്പോൾ ഒരു 10 സ്റ്റെപ്പ് നടക്കാതിന് മുമ്പ് തന്നെ മൂത്രം പോകുന്നു. എത്ര വർഷമായി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്? കീഹോൾ ചെയ്തു. കീഹോൾ ആണ് ചെയ്തിരിക്കുന്നത്. കീഹോൾ 4 തവണ ചെയ്തു. എറണാകുളത്താണ് ചെയ്തത് 4 തവണ. ഓക്കെ. സാധാരണഗതിയിൽ അതിന് ഇവാലുവേറ്റ് ചെയ്യണം. അങ്ങനെ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ മൂത്രം ലീക്കായി പോകുന്ന ചിലപ്പോൾ ബ്ലാഡറിൻ്റെ അസുഖം ഉണ്ടാകും. പ്രോസ്റ്റേറ്റിൻ്റെ അസുഖം ക്ലിയർ ആയിട്ടുണ്ടാകും. ബ്ലാഡറിൻ്റെ അസുഖം ഉണ്ടാകുമ്പോൾ ബ്ലാഡറിൻ്റെ ആക്ടിവിറ്റി കൂടും. അപ്പോൾ ആക്ടിവിറ്റി കൂടുന്ന സമയത്ത് അത്ര ഇത്രയും കാലം മൂത്രം ഒരു തടസ്സത്തിന് എഗെയിൻസ്റ്റ് ആണ് മൂത്രം ഒഴിച്ചുകൊണ്ടിരുന്നത്, ആ പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആ തടസ്സം മാറി. അപ്പം എന്താ വിചാരിച്ച് ഈ ബ്ലാഡർ പഴയ പ്രഷർ തന്നെ നമുക്ക് തള്ളുകയാണെങ്കിൽ മൂത്രം പെട്ടെന്ന് കൺട്രോൾ കിട്ടാണ്ട് വരും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഡയറ്ററി ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിന് പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യും. ഇനി വേറെ വല്ല ഏജ് ആകുമ്പോൾ പുള്ളി പറഞ്ഞ എന്തോ ഒരു ഡിസബിലിറ്റിയും കൂടി ഉണ്ട്. ഇപ്പോൾ പല ന്യൂറോളജിക്കൽ ഫാക്ടർ ഉണ്ടോ എന്നും കൂടി നമ്മൾ നോക്കിയ ശേഷം ഇനീഷ്യലി നമ്മൾ മരുന്ന് കൊണ്ടാണ് കൺട്രോൾ ചെയ്യുക. അഥവാ മരുന്ന് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അതിൽ നൂതനമായ ലൈറ്റ് അടിച്ച് നോക്കിയിട്ട് കാരണം കണ്ടുപിടിക്കണം. കാരണം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ചികിത്സ മിക്കവാറും അസുഖങ്ങളിൽ അത് ചികിത്സയുണ്ട്. അതിന് അല്ല, ഒരു മൂത്രക്കുഴലിന് സ്ട്രിക്ചർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് അതിൽ പ്രശ്നമുണ്ട്, അതിൽ തകരാറുണ്ടെന്ന് പറയുന്നുണ്ട്. അവര് പറയുന്നുണ്ട് കട്ട് ചെയ്തിട്ട് വേറെ അങ്ങനെ ഓപ്ഷൻ ഉണ്ടെന്ന് പറയുന്നത്. അങ്ങനെ ഓപ്ഷൻ അല്ലാതെ ഈ വേറെ രീതിയിൽ ഓപ്പൺ സർജറി എങ്ങനെയാണ് ചെയ്യാവുന്നതാണ് അറിയേണ്ടത്. അല്ല, അത് ഡോക്ടർ അങ്ങനെ ഒരു പറയാൻ കാരണം സ്ട്രിക്ചർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഡോക്ടർ ഒരു കാരണം കണ്ടുപിടിച്ചിട്ടുണ്ട് ഓൾറെഡി. സ്ട്രിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്രക്കുഴൽ ചുരുങ്ങി പോകുന്ന ഒരു അസുഖമാണ്. അപ്പോൾ എന്താ പറ്റുന്നത്? ബ്ലാഡറിന്റെ ഓവർ ആക്ടിവിറ്റി അത് കൂട്ടുന്നുണ്ട്. ഒരു തടസ്സമുണ്ട്, മൂത്രം പോകുന്നില്ല, കംപ്ലീറ്റ് ആയിട്ട് പോകുന്നില്ല. അപ്പോൾ ഒഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ബാക്കിയുണ്ട്. അപ്പം ആ ഡോക്ടർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ആ സ്ട്രിക്ചറിനെ പറഞ്ഞ് ട്രീറ്റ്, എനിക്ക് തോന്നുന്നു ആ ഡോക്ടർ പറഞ്ഞത് ആ പ്രോപ്പർ ലൈൻ ഓഫ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ ഡിസീസിന് ഐ തിങ്ക് ബെറ്റർ ആ ഡോക്ടർ ടെസ്റ്റ് ചെയ്ത് അത് ആ രീതിയിൽ പോകുന്നതായിരിക്കും നല്ലത്. സ്ട്രിക്ചർ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് കൊണ്ട് മാറ്റാൻ കഴിയില്ല, തടസ്സമാണ്, അതൊരു മെക്കാനിക്കൽ ബ്ലോക്കാണ്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, കട്ടായി പോയെന്ന് തോന്നുന്നു. ഡോക്ടർ, എന്തൊക്കെയാണ് മൂത്ര സംബന്ധമായ അസുഖങ്ങൾ? അതിപ്പോൾ കുട്ടികളിൽ മാത്രമല്ല വലിയ വലിയ ആൾക്കാരിലുണ്ട്. ഒന്ന് കാറ്റഗറൈസ് ചെയ്ത് പറയാം. അഡൽട്സിൽ ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് പ്രോസ്റ്റേറ്റിക് ഡിസീസാണ് യൂറോളജിയിൽ കോമൺ ആയിട്ട് വരുന്നത്. ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം മൂത്ര തടസ്സം ഉണ്ടാക്കാം. അത് ഏത് ലെവലിലേക്കും കൊണ്ടുപോകാം. അതിൻ്റെ കോംപ്ലിക്കേഷൻ സൈസ് മൂത്രസഞ്ചിയിൽ കല്ല് വരാം, ക്യാൻസർ വരാം, ഈവൻ വൃക്കയുടെ തകരാറിലേക്ക് വരെ നയിക്കാം. അപ്പം ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം വരുന്ന ആൾക്കാർ ഇനീഷ്യൽ ലക്ഷണങ്ങൾ ആണുങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ട്, രാത്രി കൂടുതൽ പ്രാവശ്യം എഴുന്നേക്കണം, സ്പീഡ് കുറവ്, അങ്ങനെയൊക്കെയാണ് തുടക്കത്തിൽ വരിക. പക്ഷേ അത് നിഗ്ലക്റ്റ് ചെയ്യരുത്. അത് പ്രോസ്റ്റേറ്റ് ഡിസീസ് 2 കാരണങ്ങൾ. ഒന്ന് സാധാരണ ബിനാൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലാസിയ, അത് പേടിക്കേണ്ട, അത് ദശ വളർച്ചയാണ്. അത് കോമൺ ആയിട്ട് അതാണ് കൂടുതൽ കണ്ടുവരുന്നത്.
രണ്ടാമത്തെ അസുഖം എന്ന് പറഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ. അതിൻ്റെ ലക്ഷണവും ഇതേ സെയിം തന്നെയാണ്. അപ്പോൾ അത് രണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഇനീഷ്യലി ആ സിംറ്റംസ് വന്നാൽ ഡയഗ്നോസ് ചെയ്യണം. എന്താ ഇത് എന്ത് കാരണം കൊണ്ടാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണോ അതോ ബിനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർപ്ലാസിയ ആണോ. ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലാസിയ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ മരുന്ന് കൊണ്ട് തന്നെ നമുക്ക് ഇനീഷ്യലി നല്ല റിസൾട്ട് കിട്ടാറുണ്ടാകും. ചിലർക്ക് മരുന്ന് ഫെയിലർ ആവും. 1 വർഷമെല്ലാം കഴിഞ്ഞ് മരുന്ന് കഴിച്ച് എന്നിട്ട് തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കണം. മരുന്ന് ഫെയിലർ ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ അടുത്ത ഓപ്ഷൻസ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ ഗ്രന്ഥി നീക്കം ചെയ്യലാണ്. ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം ആസ്റ്റർ മിംസ് കോഴിക്കോട് നമ്മൾ ലേറ്റസ്റ്റ് ടെക്നോളജി യൂസ് ചെയ്യുന്നത്, അതായത് ലേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുറിവില്ലാണ്ട് മൂത്രക്കോളിലൂടെ പോയിട്ട് ആ ഗ്രന്ഥി മുഴുവൻ നീക്കം ചെയ്തെടുക്കാം. അതിൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലീഡിങ് വളരെ കുറവ്. എന്ത് കോമോർബിഡിക് ഫാക്ടേഴ്സ്, അത് പേഷ്യൻസ്, ഈ എൽഡർലി പേഷ്യൻസിന് ഷുഗർ, പ്രഷർ, ബൈപ്പാസ് കഴിഞ്ഞ ആൾക്കാരായിരിക്കും, കാർഡിയക് സ്റ്റെൻറ്റ് ഇട്ട ആൾക്കാരായിരിക്കും, ചിലപ്പോൾ തളർവാദം വന്ന് ഒരു വർഷം റിക്കവർ ചെയ്താൽ, ഇങ്ങനെ പല കോമോർബിഡിറ്റീസ് ഉണ്ടാകും. രക്തം കട്ടാവാണ്ടിരിക്കാനുള്ള മരുന്ന് കഴിക്കുന്ന ആൾക്കാരായിരിക്കും, അത് നിർത്താൻ പറ്റും. അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് ഈ ലേസർ എന്ന് പറഞ്ഞാൽ വളരെയധികം ഓപ്ഷൻസ് ആണ്. ലേസർ എന്നൊരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ തടസ്സം ഒഴിവാക്കാൻ മാത്രമല്ല, രോഗിയുടെ മറ്റുള്ള കോമോർബിഡിറ്റീസ് അസുഖം കൊണ്ട് അങ്ങനെയുള്ളവർക്ക് പോലും ഈ ലേസർ ചികിത്സ ഫലപ്രദമാണ്. മറ്റത് സ്റ്റാൻഡേർഡായിട്ട് ചെയ്തുകൊണ്ടിരുന്ന TRP എന്നൊക്കെ പറഞ്ഞാൽ അത് ചുരണ്ടി എടുക്കലാണ്. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഈ ഒരു പ്രോബ്ലം ഇല്ലാതെ എത്ര വലിയ ഗ്രന്ഥിയും നമുക്ക് ചികിത്സ, അതാണ് ഞാൻ പറഞ്ഞ ലേസർ ചികിത്സ ഈ പ്രോസ്റ്റേറ്റിൽ വളരെയധികം അഡ്വാൻസ്ഡ് ആണ്. അത് പക്ഷെ വളരെ കുറച്ച് സെന്റേഴ്സിലേ ഉള്ളൂ. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണോ? അതെ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാനിത് പെരുമ്പാവൂരിന്ന് രാഘവനാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ രാഘവൻ. ഹലോ ഡോക്ടർ കൃഷ്ണപ്രസാദ്. ഗുഡ് മോർണിംഗ് രാഘവൻ, പറഞ്ഞു. സാർ ഗുഡ് മോർണിംഗ്. എനിക്ക് ഈ ഒരു മാസമായിട്ട് ഈ ചെറുപ്പത്തിൽ എനിക്ക് മൂത്രം പോകാനുള്ള ഒരു താമസം ഉണ്ട്, ചെറുപ്പത്തിലോട്ടുണ്ട്. നിങ്ങളുടെ വയസ്സ്? എനിക്ക് 51 വയസ്സായി. ഞാൻ KSRTCയിൽ ജോലി ചെയ്യുന്നു. എനിക്കിപ്പോ ഈ 1.5 മാസമായിട്ട് ഈ മൂത്രം പോകാൻ ഭയങ്കര താമസം കൂടുതൽ വരുമോ? അത് ചിലപ്പോ ഒരു അരമണിക്കൂറൊക്കെ, അത് രാത്രിയാണ്, ഒരു ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോഴാണ് ഈ കൂടുതലായിട്ട് ഒരു അരമണിക്കൂറൊക്കെ ഇരുന്നാലും മൂത്രം പോകാൻ ബുദ്ധിമുട്ടാണ്. അതായത് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ തൃപ്തിയില്ല. തൃപ്തിയില്ല. മൂത്രം എന്നാൽ ഒഴിച്ച് കംപ്ലീറ്റ് പോകുന്നുണ്ട്. പോകുന്ന സമയത്ത് ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോ നിന്ന് പോകുന്നുണ്ടോ? ഒഴിച്ച് ഇടയ്ക്കിടയ്ക്ക് വിട്ടു പോകുന്നുണ്ട്. ഇതെല്ലാം തുടങ്ങിയിട്ട് 1.5 മാസമായിട്ടേ ഉള്ളൂ. ഇത് 1.5 മാസമാണ് ഇപ്പൊ എന്റെ ബുദ്ധിമുട്ട്. ഞാൻ ഇപ്പൊ പല ട്രീറ്റ്മെന്റ് അമൃതയിലൊക്കെ കാണിച്ച് അവര് സിസ്റ്റോസ്കോപ്പ് ചെയ്ത് നോക്കി, സ്കാൻ ചെയ്തു, ഇതൊക്കെ നോക്കിയിട്ട് ഒരു കംപ്ലൈന്റും ഇല്ല. പ്രോസ്റ്റേറ്റ് ഒരു 3 സെന്റിമീറ്റർ ഇങ്ങനെ എന്തോ ഒരു അളവ് പറഞ്ഞു, 3 മില്ലി എന്തോ ഒരു അളവ് പറഞ്ഞു പ്രോസ്റ്റേറ്റിന്റെ. അത് ഒരു വെൽട്ടൺ ഗുളികയും വേറെ ഒരു സോളിറ്റേറ്റ് നൈറ്റ് എന്ന് പറഞ്ഞൊരു ഗുളിക. മരുന്ന് കഴിക്കുമ്പോ എത്ര വ്യത്യാസമുണ്ട്? അത് കഴിക്കുമ്പോ എനിക്ക് കൂടുതലാ വരുന്നത്. സാധാരണ ഇത് നിങ്ങൾ ഈ പറഞ്ഞ അസുഖം നിങ്ങളുടെ ഏജ് വെച്ച്, പുള്ളിയുടെ ഏജ് വെച്ച് നോക്കുക, പ്രോസ്റ്റേറ്റ് ഡിസീസിലേക്കാണ് അത് പോയിന്റ് ആവുന്നത്. വേറൊരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വലുപ്പമല്ല ഈ അസുഖത്തിന്റെ ലക്ഷണത്തെ നിയന്ത്രിക്കുന്നത്. ചിലപ്പോൾ ഒരു 100 ഗ്രാംസ് ഉള്ള ആൾക്ക് പോലും ഒരു പ്രോബ്ലം ഇല്ലാണ്ട് പോകുന്നുണ്ടാവും. അതേസമയം ഒരു 30-20 ഗ്രാംസ് ഉള്ളവർക്ക് ലക്ഷണം ഉണ്ടാവും. അപ്പം സൈസ് ഒരു മാറ്റർ അല്ല നിങ്ങളുടെ അസുഖത്തിൽ. അത് സൈസ് അല്ല, അതിൻ്റെ ലൊക്കേഷനും അതിൻ്റെ ബിഹേവിയറാണ് ഡിഫറെൻ്റ് ആണ്. ഓരോ രോഗികളും ഓരോ ഇതാണ്. അപ്പം നമ്മൾ കമ്പയർ ചെയ്യരുത്. ഒരാൾക്ക് 20 ഗ്രാം 30 ഗ്രാംസ് ഉള്ളൂ, എനിക്ക് 100 ഗ്രാം ഉണ്ട്, അങ്ങനെയല്ല. ഇത് ഡിഫറെൻറ്റ് ചെറിയ ഗ്ലാൻഡ് ആണെങ്കിൽ ചിലർക്ക് അസുഖം അതിന് ചിലപ്പോൾ ചികിത്സ ആവശ്യം ഉണ്ടാവും. അപ്പം ഇതിന് മരുന്ന് കൊണ്ട് ഫലിക്കുന്നില്ലെങ്കിൽ വേറെയും പല ടെസ്റ്റുകളുണ്ട്. ഇതിന് മൂത്രത്തിന് ഇങ്ങനെ വരുന്നതിന് സിസ്റ്റോമെട്രി എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്യാം. ഇനി ന്യൂറോളജിക്കൽ ഡിസീസ് പോട്ടെ, അതൊക്കെ നമുക്ക് റൂൾ ഔട്ട് ചെയ്യണം. ടെസ്റ്റുകൾ വെച്ചിട്ട് നമുക്ക് റൂൾ ഔട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ മരുന്ന് കൊണ്ട്, സാധാരണഗതിയിൽ മരുന്നും ഡയറ്റും, ഞാൻ ഇനി പുള്ളി പറഞ്ഞതിലൊരു ഡയറ്റും ശ്രദ്ധിക്കണം. ഡയറ്റും വളരെ സ്പൈസി ഫുഡ്, അങ്ങനത്തെ ഫുഡുകളെല്ലാം അവോയ്ഡ് ചെയ്ത് നോക്കണം. എന്നാലും നൊക്ചൂറിയ, അതായത് പുള്ളിക്ക് നൊക്ചൂറിയ എന്ന് പറഞ്ഞാൽ രാത്രി ഉറങ്ങിയ ശേഷം 2-3 പ്രാവശ്യം മൂത്രം ഒഴിക്കുന്നത് വളരെ അബ്നോർമലാണ്. പ്രൊവൈഡഡ് ആയ ഡയബറ്റീസ് അങ്ങനത്തെ അസുഖമൊന്നും ഇല്ലെങ്കിൽ അപ്പോൾ അതിൽ മിക്കവാറും അത് ഇവാലുവേഷൻ ചിലപ്പം മരുന്ന് കൊണ്ട് കൺട്രോൾ ചെയ്ത് ചിലപ്പോൾ ഗ്രന്ഥി നീക്കം തന്നെ ചെയ്യേണ്ടി വരാം. ചിലപ്പോൾ മിക്കവാറും ഇത് പറയുന്നത് കേട്ടിട്ട് ഒരു പ്രോസ്റ്റേറ്റിക് ഡിസീസിലേക്കുള്ള പോയിന്റ് ആണ് കാണിക്കുന്നത്. അത് മാത്രമല്ല ഡോക്ടർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന മരുന്നും അതിനാണ്. അപ്പോൾ ചിലപ്പോൾ മരുന്ന് മാറ്റേണ്ടി വരും, മരുന്ന് ഡിഫറെന്റ് കോമ്പസിഷൻസ് ആക്കേണ്ടി വരും. അത് യൂറോളജിസ്റ്റിനെ കണ്ടെന്ന് ഒരു പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് വേണം. കാരണം അസുഖം മാറിയില്ല എന്ന് വെച്ചാൽ പെട്ടെന്ന് കട്ട് ചെയ്യരുത്. അപ്പൊ ആ ഡോക്ടർക്ക് ആദ്യം എഴുതിയ ഡോക്ടർക്ക് ആ മരുന്ന് മാറ്റാനുള്ള ഒരു അവസരം കൊടുക്കണം. അപ്പോഴേ അത് ഫോളോ അപ്പ് കംപ്ലീറ്റ് ആവണം.
അപ്പോൾ ഏതായാലും സിസ്റ്റോസ്കോപ്പി ഒക്കെ ചെയ്തിട്ടുണ്ട് അമൃത ഹോസ്പിറ്റൽ. അപ്പം അല്ല പ്രോപ്പർ ലൈനിലാണ് അവർ പോയിരിക്കുന്നത് കേട്ടോ. ആകെ 1.5 മാസമേ ആയിട്ടുള്ളൂ എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ലോങ് സ്റ്റാൻഡിങ് ഡ്യൂറേഷനും അല്ല. പക്ഷേ ഈ 1.5 മാസം ആയിട്ടുള്ളെങ്കിൽ ഈ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ PSA എന്നൊക്കെ പറഞ്ഞ ടെസ്റ്റ്, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ ക്യാൻസർ, അങ്ങനത്തെ ടെസ്റ്റൊക്കെ വളരെ ആവശ്യമാണ്. ഷോർട്ട് സിംറ്റംസിന് അത് ഇമ്പോർട്ടൻസ് ആണ്. അമൃത ഹോസ്പിറ്റലിൽ മിക്കവാറും 99.9% അവരിതൊക്കെ ചെയ്തിട്ടുണ്ട്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ ഇപ്പോൾ ലേസർ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞു. എന്തെല്ലാമാണ് മറ്റ് അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ്? മറ്റ് യൂറോളജിയിലെ ഡെവലപ്മെന്റ്സ് കീഹോൾ സർജറി. കീഹോൾ തന്നെ നമ്മൾ കോഴിക്കോട് ആസ്റ്റർ മിംസിൽ ഒരു ന്യൂ ടെക്നിക്സാണ് യൂസ് ചെയ്യുന്നത്. 3D ലാപ്രോസ്കോപ്പി. അതായത് അഡ്രൽ ഗ്രന്ഥി, കിഡ്നി, യൂറിറ്റർ, ബ്ലാഡർ, പ്രോസ്റ്റേറ്റ്, ഈ പറഞ്ഞ അസുഖങ്ങളെല്ലാം, ഈവൻ സ്റ്റോൺ ഡിസീസ്, ലാർജ് സ്റ്റോൺ ഡിസീസ്, ഇതിനെല്ലാം നമുക്ക് കീഹോൾ സർജറിയിലൂടെ നമുക്ക് ലാപ്രോസ്കോപ്പിയിലൂടെ ചികിത്സിക്കാം. ലാപ്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ 3D ലാപ്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷൻ വ്യൂ ആണ്. സോ നമ്മൾ ഇപ്പം വൃക്കയിലെ ക്യാൻസർ, എന്ത് മുഴകളുണ്ടെങ്കിൽ, എന്ത് ബ്ലാഡറിൽ എന്ത് ഉണ്ടെങ്കിലും, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ഈ അസുഖങ്ങളെല്ലാം നമുക്ക് 3D ലാപ്രോസ്കോപ്പിയിലൂടെ നമുക്ക് പരിഹരിക്കാം. ഈവൻ ഫോർ എക്സാമ്പിൾ ചില കേസിൽ വൃക്കയിൽ മുഴയുള്ളപ്പം ഒരു ചികിത്സ വൃക്ക മുഴുവൻ നീക്കം ചെയ്യേണ്ടതാണ്. പക്ഷെ മുഴ ചെറുതാണെങ്കിൽ നമുക്ക് വൃക്കയുടെ മുഴുവൻ നിൽക്കണ്ട, ആ മുഴ മാത്രം നീക്കിയാൽ മതി. മനസ്സിലായി? ഇതൊക്കെ 3D ലാപ്രോസ്കോപ്പിൽ വളരെ ചെറിയ മുറിവിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അഡ്രൽ ഗ്രന്ഥി ട്യൂമർ, അതെല്ലാം നമുക്ക് ലാപ്രോസ്കോപ്പിയിലൂടെ 3D ലാപ്രോസ്കോപ്പിയിലൂടെ ചെയ്യാം. അത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരു പോളറൈസ്ഡ് ഗ്ലാസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം മാഗ്നിഫിക്കേഷൻസ് ഉണ്ടാകുമ്പോൾ മാർജിൻ ഓഫ് എറർ, അതായത് മിസ്റ്റേക്സിൻ്റെ ചാൻസ് വളരെ കുറവാണ്, ബ്ലീഡിങ് കുറവാണ്, പേഷ്യൻ്റ് ഡിസ്ചാർജ് വളരെ വേഗത്തിലാക്കാൻ പറ്റും. ഈവൻ ആസ്റ്റർ മിംസിൽ ഇപ്പം നമ്മൾ വൃക്ക ദാനം ചെയ്യുന്ന സ്ത്രീകൾക്ക് അവർക്ക് നമ്മൾ ഈ ടെക്നിക്സ് വെച്ച് ചെയ്യുന്നത്. അവരിൽ കുറച്ചുകൂടി അഡ്വാൻസ് ടെക്നിക്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ നോട്ട്സ് എന്ന് പറഞ്ഞ ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അത് നാച്ചുറൽ ഓറിഫിസസ് ട്രാൻസ്ലൂമിനൽ എൻഡോസ്കോപ്പിക് സർജറി. അതിലെന്ന് വെച്ചാൽ ലാപ്രോസ്കോപ്പിക് 3D ലാപ്രോസ്കോപ്പിൽ എഴുതും, പക്ഷേ ബാക്കിയെല്ലാം ചെയ്യുന്ന ഓപ്പറേറ്റ് ചെയ്ത് വജൈനെ കൂടെയാണ് എടുക്കുന്നത്. അപ്പം പേഷ്യൻസിന് മുറിവില്ല. അവർ ആക്ച്വലി ദേ ആർ ഗിവിങ് ബർത്ത് ടു എ കിഡ്നി എന്ന് പറയാം. അതേപോലെ തന്നെ ഒരു മുറിവില്ലാണ്ട് അവർക്ക് വൃക്ക ദാനം ചെയ്യാൻ പറ്റും. അപ്പം ഡോണർ എന്നുള്ള ഒരു പേഷ്യൻ്റ് അല്ല, വേറൊരാൾക്ക് വേണ്ടി ഒരു സേവനമാണ് ചെയ്യുന്നത്. അപ്പം അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ്സും ഉണ്ട്. ഇതേപോലെ ഈ ചികിത്സ വെച്ചിട്ട്, ടെക്നിക്ക് വെച്ചിട്ട് ക്യാൻസറും കിഡ്നി ക്യാൻസറൊക്കെ നമുക്ക് മുറിവില്ലാണ്ടൊക്കെ ചികിത്സിക്കാം. പിന്നെ നമ്മുടെ വേറെ ഒരു വിധ ലാപ്രോസ്കോപ്പിയിൽ നിന്ന് റാഡിക്കൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, അത് വളരെ ഡിഫിക്കൽട്ടാണ്. ഓപ്പൺ സർജറി വളരെ ഡിഫിക്കൽട്ടാണ്. വളരെ ഡെപ്തിൽ പോയിട്ടാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനാണ് ചെയ്യുന്നത്. ലേസറിന് ഉപയോഗിക്കുന്നത് നമ്മൾ ബിനൈൻ, ആ ക്യാൻസർ അല്ലാത്തതിനാണ് ചെയ്യുന്നത്. അപ്പോൾ ക്യാൻസറിനൊക്കെ ചെയ്യുന്നതാണെങ്കിൽ ലാപ്രോസ്കോപ്പി 3Dയിൽ കൂടെ പോകുമ്പോൾ വിഷൻ ഉണ്ടാവും. വളരെ ബോഡിയുടെ പെൽവിസ് എന്ന് പറയുന്നത് താഴെ ഭാഗത്താണ്. അപ്പം നമുക്ക് ഡയറക്റ്റ് വിഷനിൽ പോയിട്ട് അത് നമുക്ക് മറ്റുള്ള ഓർഗാൻസ് ഒന്നും ഡാമേജ് ഇല്ലാണ്ട് സ്ഫിൻഡർ, അതായത് മൂത്രത്തിൽ കൺട്രോൾ പ്രിസർവ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് നീക്കം ചെയ്യാം. ഇതൊക്കെയാണ് ലാപ്രോസ്കോപ്പിയിൽ യൂറോളജിയിൽ ഇപ്പം വന്ന ലേറ്റസ്റ്റ് അഡ്വാൻസസ്. കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ, ഗുഡ് മോർണിംഗ്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? തോമസ് കണ്ണൂരിന്നാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് തോമസ്, പറയൂ. എനിക്കിപ്പോൾ 56 വയസ്സുണ്ട്. ഓക്കെ. ഞാൻ ഏകദേശം ഒരു 20 വർഷം മുൻപ് എനിക്ക് മൂത്രം ചുടിയിൽ അനുഭവപ്പെട്ടു. ഓക്കെ. അപ്പൊ അന്ന് നോർഫ്ലോക്സ് എന്ന് പറയുന്ന ഒരു ഗുളിക കോഴിക്കോട് നിന്ന് ഒരു ഡോക്ടർ കുറിച്ച് തന്നു. ഓക്കെ. അത് കഴിച്ചപ്പോൾ എനിക്ക് അത് കുറഞ്ഞു. ഓക്കെ. പക്ഷെ പിന്നീട് എനിക്ക് എന്റെ വൃഷ്ണം രണ്ടും വല്ലാതെ ഹീറ്റായിട്ട് വേർത്തിട്ട് വല്ലാത്ത ഒരു പശപ്പ് അടിവസ്ത്രത്തിൽ ഇങ്ങനെ എത്ര കഴുകി ഉണക്കിയാലും കഞ്ഞിവെള്ളം മുക്കി ഇടുന്ന മാതിരി വരാൻ പോകും. അത് അടിവസ്ത്രം ഉപയോഗിക്കാൻ കൂടുതൽ ഹീറ്റ് ആവുന്നു. ഇത് ഇടാവിട്ട് നടക്കാനും പറ്റാത്ത ഒരു സാഹചര്യമാണ്. കാരണം ഈ പശപ്പുള്ളവരുടെ പ്രശ്നം നടക്കുന്ന സമയത്ത് വരഞ്ഞിട്ട് പൊട്ടുന്ന ഒരു തൊലി സ്കിന്ന് തീരെ എന്താ പറയണ്ടത് സ്മൂത്തായി പോകുന്നു. അതായത് നിങ്ങൾ വളരെ തടി കൂടിയ ആളാണോ? ഒരുമാതിരി തടിയുണ്ട്. എനിക്കിപ്പോ ഏകദേശം 76 കിലോ തൂക്കമുണ്ട്, 5 അടി 10 ഇഞ്ച് പൊക്കം. തടി കൂടിയ ആളും നിങ്ങൾ പറയും. ഞാൻ വിചാരിക്കുന്നത് താഴെ മണിയുടെ ഭാഗത്ത് പൊട്ടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അതല്ല മൂത്രക്കോടിലാണ് ഈ ഡിസ്ചാർജ്. എവിടെയാ ഡിസ്ചാർജ് ഉള്ളത്? ഡിസ്ചാർജ് വൃഷ്ണത്തിലാണ്. അത് ശരി. വൃഷ്ണത്തിന് ചുറ്റും വിയർപ്പ് പോലെ വന്നിട്ട്. അത് ശരി. ഓക്കെ.
അത് നിങ്ങൾ പറയുന്നത് ശരിക്കും ഒരു അടുത്തുള്ള ഒരു ബേസിക് ഒരു ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ അത് പരിഹരിക്കാവുന്നുള്ളൂ. മെയിൻലി എനിക്ക് പുള്ളി പറയുന്നത് കേട്ട് നിന്നിട്ട് ഈ ടെസ്റ്റിസും ഈ സ്കിന്നും തമ്മിൽ റബ്ബ് ചെയ്യുന്ന ഒരു ആ സിറ്റുവേഷൻ വരും. അതാണ് ഞാൻ ചോദിച്ചത്, വളരെ തടി കൂടിയ ആളാണെന്ന്. ആ റബ്ബ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രോബ്ലം ആണ് അത്. റബ്ബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ പ്രോപ്പറായിട്ടുള്ളൊരു അതിൻ്റെ ഇതിൽ അണ്ടർഗാർമെൻറ്റ്സ് ഇട്ടാൽ തന്നെ എനിക്ക് തോന്നുന്നു ഈ പുള്ളിയുടെ പ്രോബ്ലം പരിഹരിച്ച് കിട്ടുന്ന തോന്നുന്നു. അതൊരു മേജർ പ്രോബ്ലം ആയിട്ട് തോന്നുന്നില്ല. പക്ഷെ എന്നിരുന്നാലും അടുത്തുള്ള ഡോക്ടറെ കാണിച്ചിട്ട് അതൊന്ന് എക്സാം ചെയ്യണം. കാരണം പുള്ളി വൃഷണത്തിന്റെ പറയുന്നത് ഗുളിക കഴിച്ചതിന് ശേഷമാണ് എനിക്ക് അനുഭവം വന്നത്. അപ്പൊ ഇനി അതിന്റെ വല്ല സൈഡ് എഫക്റ്റും ആയിരിക്കുമോ? വളരെ അതിനുള്ള സാധ്യത കുറവ്. ഒരു 20 years ബാക്ക് ആണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കൊടുത്തിരിക്കുന്നത്. നോർഫ്ലോക്സ് ഇന്ത്യയിൽ മാത്രം വേൾഡ് വൈഡ് കൊടുക്കുന്ന ഡ്രഗാണ്. അപ്പം അതിന് ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ അത് നമുക്കൊരു തോന്നലായിരിക്കാം. അതിനെക്കൊണ്ട് 20 years ബാക്കിന് ആ മരുന്ന് കഴിച്ചുകൊണ്ടല്ല അത് വരുന്നത്. പക്ഷേ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഇനി ഉണ്ടെങ്കിൽ അതൊരു പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. ചിലപ്പോൾ ഈ വൃഷണത്തിന് ഈ വലിപ്പം കൂടി ചിലപ്പോൾ വൃഷണത്തിൽ മുഴ ഉണ്ടോന്ന് തന്നെ നോക്കേണ്ടി വരും കേട്ടോ. അങ്ങനെയൊന്നുമില്ല. അത് ഡോക്ടറെ കാണിക്കണം. ഡോക്ടറെ കാണിച്ചിരുന്നു, നോ പ്രോബ്ലം എന്നാണ് പുള്ളി പറഞ്ഞത്, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പൊ മേജർ ആയിട്ട് സ്ഥലത്തൊന്നും അധികം ജോലി ചെയ്യാതിരിക്കുക എന്നൊക്കെയാണ് പുള്ളി അന്നൊരു കൂടുതൽ നമ്മുടെ ഈ വേർപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പോൾ അത് ചിലപ്പം നമ്മുടെ പേഴ്സണൽ ഹൈജീൻ കുളി ചിലപ്പോൾ 2-3 നേരം ആക്കേണ്ടി വരും. ആ പ്രോപ്പർ അണ്ടർഗാർമെന്റ്സ് ഈ സ്വെറ്റ് വരാണ്ട് നോക്കുക. ഇതാണ് മെയിൻ തിങ് കേട്ടോ. ആ സ്വെറ്റ് വരുമ്പോൾ ഹെയർസ് ഉണ്ടാവില്ല, ഹെയർസിന്റെ റൂട്ട് കുറച്ച് അബറേഷൻസ് പഴുപ്പൊക്കെ വരാം. അതായിരിക്കും പുള്ളിക്ക് സംഭവിക്കുന്നത്. അല്ല ഗുളികയുടെ സൈഡ് എഫക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. വിളിച്ചതിന് നന്ദി ഡോക്ടർ. ഈ മൂത്രം കൺട്രോൾ ഇല്ലാതെ പോകുന്നുണ്ടല്ലോ, ഇതിനെന്താണ് ചികിത്സ? മൂത്രം കൺട്രോൾ ഇല്ലാണ്ട് പോകുന്നു വെച്ച് കഴിഞ്ഞാൽ അതിൽ ഏജ് അനുസരിച്ച്. ഫോർ എക്സാമ്പിൾ ചെറിയ കുട്ടികളിലാണെങ്കിൽ ബെഡ് വെറ്റിംഗ് ഉണ്ടാവാം. അതൊരു ഏജ് കഴിഞ്ഞാൽ നോർമലാവും. പക്ഷെ ചില അഡൾട്ട്സ് ഇപ്പം നമ്മൾ കണ്ട് ചെറിയ മിൽ അഡൾട്ട്സ് 18 years 20 അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്ത് ഡ്രഗ് തെറാപ്പി ചെയ്യണം. അത് ഡ്രഗ് തെറാപ്പി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവർ ആക്റ്റീവ് ബ്ലാഡറിന് കൺട്രോൾ കിട്ടും. ചില സ്ത്രീകൾക്ക് പ്രസവത്തിന് ശേഷം അങ്ങനത്തെ ഉള്ള അതിനൊക്കെ ഒരു ഇൻസിഡൻസ് ശേഷം മൂത്രം ഒഴിക്കുമ്പോൾ ചുമയ്ക്കുമ്പോൾ ചിരിക്കുമ്പോൾ ചിലർക്ക് ചിരിക്കുമ്പോൾ കോളേജ് ഗേൾസിനൊക്കെ ചിരിക്കുമ്പോഴൊക്കെ മൂത്രം അറിയാണ്ട് പോകുന്നുണ്ട്. അതിന് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് ആണ്. സ്ട്രെസ് യൂറിനറി അവിടെ മെയിൻ പറഞ്ഞാൽ ഈവൻ മൾട്ടിപ്പിൾ പ്രഗ്നൻസി കഴിഞ്ഞ ആൾക്കാർക്ക് അത് പെൽവിക് മസിൽസിനുള്ള വീക്ക്നെസ് കൊണ്ടാണ്. അതിന് കുറേ എക്സസൈസ് ഉണ്ട്. ആ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി വ്യത്യാസം വരും. എക്സസൈസ് കൊണ്ട് കുറയുന്നില്ലെങ്കിൽ മാത്രം ഡ്രഗ് തെറാപ്പി ആഡ് ചെയ്യും. ഡ്രഗ്സിനും ഈ രണ്ടും കോമ്പിനേഷൻ ചെയ്ത് കുറയുന്നില്ലെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു ടേപ്പ് ഉണ്ട്. ആ ടേപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ വെറ്റിംഗ് നിൽക്കും. ഇന്ന് ഒരു ഡേ കെയർ സർജറി ഇത് രാവിലെ ചെയ്താൽ ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ പോകാൻ പറ്റും മിക്ക ആൾക്കാർക്കും. ഇല്ലെങ്കിൽ ഒരു ദിവസം അഡ്മിഷൻ വേണ്ടി വരും. ആ ലീക്ക് അപ്പം തന്നെ നിന്ന് കിട്ടും. പക്ഷേ ഇതിനൊക്കെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഓവർ ആക്റ്റീവ് ബ്ലാഡർ, സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ്, ഇതിനൊക്കെ നമ്മളെ ഡയറ്ററി ഫാക്ടർ ആദ്യം പറഞ്ഞ കാര്യം ഓർമ്മ വേണം. അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. വെള്ളം ധാരാളം കഴിക്കുകയും വേണം. ഡയറ്റ് എങ്ങനെയാണ്? ഡയറ്റ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓൾറെഡി യൂറിനറി കൺട്രോളിൽ ഇതിനൊക്കെ നമുക്ക് ഹൈലി സ്പൈസി ഡയറ്റ് അവോയ്ഡ് ചെയ്യണം. ബ്ലാഡറിൽ ഒരു അലർജൻസ് എത്താൻ പാടില്ല. അത് ഓരോ ആൾക്കാർക്കും ഓരോ അലർജി. അപ്പം ചിലർക്ക് മസാല ആയിരിക്കാം, ചിലർക്ക് ഞാൻ പറഞ്ഞില്ലേ ഓരോ കണ്ടന്റ് ആയിരിക്കാം. അത് ആ പേഷ്യൻറ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് അവർക്ക് പറയാൻ പറ്റും കേട്ടോ. അതിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്താൽ പറയാൻ പറ്റും. ഡോക്ടർ, ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമായി. മൂത്ര സംബന്ധമായ രോഗങ്ങളെയും നൂതന ചികിത്സയെയും കുറിച്ച് വിശദീകരിച്ചു തന്നതിന് നന്ദി. ശരി.